ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. കുറേ നാൾ അതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അന്ന് പാലിയാച്ചിന് അടിച്ചതാണ്. അതായത് ഞാൻ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അടിച്ച പെയിൻ്റാണ്. ഇപ്പോൾ ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഞാൻ CMAക്ക് പോവാണ്. അപ്പോൾ ഇത്രയും വർഷം, ഒരു 10-13 വർഷമായി ഇത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് അന്ന് അടിച്ച പെയിൻറ്റാണ്. അപ്പം ഫുള്ള് ഇതായിട്ടുള്ള, അപ്പോൾ ഒന്ന് റീമേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് എനിക്ക് അവിടെ നിന്ന് ഇപ്പോൾ കുറേ നാളായി വിളക്കൊക്കെ കണ്ടിട്ട് ഇപ്പോൾ അടിച്ചു വാരിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇതൊരു വലിയ കലമാണ്, എന്തോ ഒരു ആവശ്യത്തിന് മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ കൈതശൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് കഴിച്ചു. ഇതൊക്കെ ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോ ആണ്, വൃത്തിയാക്കുന്നതൊക്കെ. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് ഇന്നോട്ട് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ലൈറ്റിൻ്റെ പെയിൻ്റാണ് മേടിച്ചേക്കുന്നത്. വെള്ളയാണ് കേട്ടോ അടിക്കുന്നത്, വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത് അടുക്കളയ്ക്ക്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അടിക്കാൻ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പെയിൻറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കണം, കമ്പ് വെച്ചിട്ട് അങ്ങനെ. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. കഴിഞ്ഞൊരു പ്രാവശ്യം ഞങ്ങൾ ഹാളിൽ അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് മേടിച്ചപ്പോഴത്തേനും ഇങ്ങനെ ഇളക്കിയപ്പോഴത്തേനും ഞങ്ങൾക്ക് അതിൽ നിന്നൊരു 100 രൂപേൻ്റെ ഒരു ഇത് കിട്ടുമായിരുന്നു, കൂപ്പൺ പോലെ. അപ്പോൾ അത് അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേനും അത് കിട്ടി. അപ്പോൾ ഇത് എനിക്ക് ഇപ്പോൾ ഇളകിയപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കിട്ടി. ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ലതുമായിരിക്കുമെന്ന്. പക്ഷേ അത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംഭവമായിരുന്നേ. അങ്ങനെ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം പെയിൻറ്റ് ഇങ്ങനെ ഇളക്കണേ. ഈ പെയിന്റ് കട്ടി കൂടുതലല്ലേ? അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുവാണ്. പെയിന്റിനുള്ള പെയിന്റ് ഇതിലേക്ക് ഒഴിക്കുവാണ്. പോരെ? കുറച്ച് മതി, അത് മതി. ബ്രഷൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ്. നമ്മുടെ ഹോളിലെ പെയിൻറ്റ് ഞങ്ങൾ തന്നെയാണ് അടിച്ചത്, ഞാനും അമ്മയും ചേട്ടനും കൂടെ. അന്ന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പം വരാൻ പറ്റത്തില്ല, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ പോകണം. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെയാണ് അവിടെ അടിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പിടിച്ചേക്കുന്നത്, മഴ പെയ്തിട്ട് മേളിൽ ടെറസിൽ വെള്ളം പിടിക്കുന്നതാണ്. നമുക്ക് ഏണി എടുത്തുകൊണ്ട് പോകണം അടുക്കളയിലോട്ട്, അവിടെ പൊക്കത്തിൽ അടിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗമാണ് അടിക്കുന്നത്, എന്നിട്ട് ഇവിടെ അടിക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഇരുന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയേക്കാണ്. ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഒന്ന് കേറങ്ങോട്ട്, പറ്റുമോ? എത്തുമോ? എന്നാ ഇങ്ങനെ ഇറങ്ങ, വീഴുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങിക്കോ. ഇറങ്ങ, നമ്മൾ പിന്നെ എന്തൊരു കാര്യത്തിന് ടെസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ പെയിന്റ് അടിച്ച് തുടങ്ങി. പൊക്കത്തിലുള്ളതൊക്കെ ഞാൻ ഏണിയിൽ കയറിയിട്ട് അവിടങ്ങളിലെല്ലാം ഞാൻ അടിക്കും. പിന്നെ അമ്മ താഴെയൊക്കെ നിന്നിട്ട് അമ്മേൻ്റെ എത്തുന്ന സ്ഥലത്തൊക്കെ അമ്മ അടിക്കും. അങ്ങനെ ഞങ്ങൾ പെയിന്റ് അടിച്ച് തുടങ്ങി. ഇങ്ങനെ നിന്ന് പെയിന്റ് അടിക്കുമ്പോഴത്തേനും കൈ ഒടിഞ്ഞ് പണ്ടാരം അടങ്ങും, കഴിച്ചൊരു പരുവും ആവും. അയ്യോ, ഇത് കണ്ണി വീണ്. ഇങ്ങനെ മേലോട്ട് നോക്കി ഇന്ന് പെയിന്റ് അടിക്കുമ്പോഴത്തേനും കണ്ണിൽ തെറിച്ച് വീഴും. ഭയങ്കര നീറ്റിലാണ് പെയിന്റ് കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ. പിന്നെ കണ്ണിൽ ഇങ്ങനെ വീണ് പിന്നെ ഞാൻ വേഗം കഴുകി. മാറിന്റെ പുറത്തല്ല മേലോട്ട് കേൾക്കുന്ന കണ്ണി വീഴും പുല്ലിന്റെ അടിക്ക് ഞാൻ തീരിട്ട് അടിച്ചിറക്കാം. ഇതെടുത്ത് കഴിഞ്ഞിട്ട് അടിച്ചിറക്കാൻ കണ്ണി വീഴുമ്പോഴേ മേലോട്ട് നോക്കുമ്പോ പൂച്ചയുടെ വല്ല ചെയ്യാൻ പറ്റുമോ?
മനുഷ്യരൊന്ന് കഴുകിക്കളയാ. ഓൾമോസ്റ്റ് നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കബോർഡിലൊക്കെ കുറച്ച് പരിപാടിയുള്ളൂ, അതിന് ഇപ്പം നടക്കത്തില്ല. അപ്പം പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ ആസ്പെറ്റാസോട് പെയിൻ്റ് അടിച്ചെടുക്കണം. അതിന് ഇന്ന് നടക്കത്തില്ല, അതിന് പിന്നെ കാണും അത് അടിക്കണം. പിന്നെ സ്പ്രേ പെയിൻറ്റ് മേടിച്ചിട്ട് വെള്ളം തന്നെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് കമ്പിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാറുണ്ട്. ഇനി അതൊക്കെ ഉള്ളൂ. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും ചേട്ടൻ ഓഫീസിൽ പോയിട്ട് ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേനും പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ.